നമസ്കാരം. നമ്മളെ ജീവിതത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ടല്ലേ? ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കണമെന്നും നാം പ്രതീക്ഷിക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് പല ആളുകളും പറയുന്ന ടെക്നിക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ കുറേ ആളുകൾ പറയും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതും അഫർമേഷൻ എന്ന് പറയുന്നതും വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതൊന്നും അതൊന്നും ഒരു ശരിയായ ശാസ്ത്രീയമായ അടിത്തറയുള്ളതല്ല എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും വായിക്കാൻ കഴിയുന്ന, അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന പുസ്തകമാണ് മാജിക് മൈൻഡ്. ജെയിംസ് ആർ ദോത്തി എഴുതിയൊരു പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം അദ്ദേഹം ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് കൂടിയാണ്. അപ്പം അദ്ദേഹം ന്യൂറോൺസ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മാനിഫെസ്റ്റേഷൻ എങ്ങനെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നു എന്നുമുള്ള ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഇപ്പോൾ ജെയിംസ് ആർ ദോത്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ പുസ്തകം എഴുതിയതിന് ശാസ്ത്രീയ വശങ്ങളെ പരാമർശിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുകയും ഈ പറയുന്ന ശാസ്ത്രീയമായ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളിലൂടെ അദ്ദേഹം ജീവിതത്തിൽ വലിയ നേട്ടം കൊണ്ടുവരികയും ചെയ്തതാണ്. ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മാജിക് മൈൻഡ് എന്നാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഹൗ മാനിഫെസ്റ്റേഷൻ വർക്ക്സ്, ദ ന്യൂറോ സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഈ ന്യൂറോ സയൻസ് ഇതിൻ്റെ പിന്നിലുണ്ട്, ഈ മാനിഫെസ്റ്റേഷൻ്റെ പിന്നിലുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെയിംസ് ആർ ദോത്തി അദ്ദേഹം വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ്. വളരെ സ്വാഭാവികമായിട്ടുള്ള സാധാരണമായി ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് ഈ ദോത്തി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ രൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയാണ് ഒരു മാജിക് ഷോപ്പിൽ വെച്ച്. അപ്പോൾ അവർ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരാമെന്ന്. അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു കോടീശ്വരനായി മാറുകയാണ്. അദ്ദേഹം വലിയ സമ്പന്നനായ ഒരു ഡോക്ടറും വലിയധികം കാറുകളും വീടുകളും വാഹനങ്ങളും എല്ലാം ഉള്ള ഒരാളായി മാറുകയാണ്. പക്ഷെ ഒരിക്കലും ഒരു .com ക്രാഷ് നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെടുകയാണ്. എനിക്ക് 2000-ലാണെന്ന് തോന്നുന്നു ഏകദേശം 78 മില്യൺ US$ നഷ്ടപ്പെടുന്നു. വീട് നഷ്ടപ്പെട്ടു, വാഹനം നഷ്ടപ്പെട്ടു, വീട്ടിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. തിരിച്ച് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും എല്ലാം തന്നെ ഉപേക്ഷിച്ച് പോകാതെ അദ്ദേഹം കണ്ടെത്തുകയാണ്. അന്ന് അദ്ദേഹം വീണ്ടും ഓർക്കുകയാണ് രൂത്ത് പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം മനസ്സിലാക്കി താൻ മാനിഫെസ്റ്റ് ചെയ്തത്, നേടിയെടുക്കാൻ ശ്രമിച്ചതിൽ പലതും തൻ്റെ കഴിഞ്ഞ കാലത്തെ പോരായ്മകളെ മറയ്ക്കുവാനായിട്ടുള്ള ഒരു വിദ്യയായിട്ടാണ്. തൻ്റെ ഇൻസെക്യൂരിറ്റികളെയൊക്കെ മറയ്ക്കുവാൻ വേണ്ടിയാണ് താൻ ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രയത്നിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയാണ്. പലപ്പോഴും നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നാം പല ഗോളുകളും ലക്ഷ്യങ്ങളും എല്ലാം കാണുന്നത് ചിലരോടുള്ള ദേഷ്യം തീർക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചില പോരായ്മകളെ മറയ്ക്കുവാനോ എല്ലാം ആണോ എന്നുള്ളത് ഈ പുസ്തകം വായിച്ചപ്പോഴും ചിന്തിച്ചു പോയി. അദ്ദേഹം അത് തിരിച്ചറിയുകയും പിന്നീട് മാനിഫെസ്റ്റേഷനിലൂടെ രൂത്ത് പറഞ്ഞ കാര്യം, തൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നും, പണം മാത്രമല്ല, ഉയർച്ച മാത്രമല്ല, നേട്ടങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും മൈൻഡ്ഫുൾനെസ്സും കൂടി ആവശ്യമാണ് തിരിച്ചറിയുകയും പിന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇദ്ദേഹം കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ആനുല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവം കാണുവാൻ സാധിക്കും. ശ്രീലങ്കയിൽ സിവിൽ വാർ നടന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്നത്. അവളുടെ പിതാവ് ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. വലിയ ഡിഗ്രി എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ജോലി കണ്ടെത്തുവാൻ സാധിച്ചില്ല. അമ്മയ്ക്ക് എന്തൊക്കെയോ രോഗങ്ങളെല്ലാം ഉള്ളതായിരുന്നു. അപ്പോൾ കുടുംബം വല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ജീവിതം രക്ഷപ്പെടുത്തുവാനായി ഇവരെ US അയക്കുകയാണ്, ഡോക്ടറായി പഠിക്കാനായി അയക്കുകയാണ്. പക്ഷേ അവർക്ക് ആ പഠനം നന്നായി പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ ആഗ്രഹങ്ങളൊന്നും സഫലീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അത് വലിയ നിരാശയിലേക്ക് അവരെ തള്ളിവിടുകയാണ്. അപ്പോഴാണ് ഈ മാജിക് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം, ദോത്തിയുടെ പുസ്തകം അവർ വായിക്കുകയും മാനിഫെസ്റ്റേഷനിലൂടെ വീണ്ടും ജീവിതം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ദോത്തി എങ്ങനെയാണ് ജീവൻ തിരിച്ചു പിടിച്ചത്, ആനുല എങ്ങനെയാണ് ജീവൻ തിരിച്ചു പിടിച്ചത്, അതിൻ്റെ ശാസ്ത്രം എന്താണെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഇദ്ദേഹം ഇതിനകത്ത് ന്യൂറോ നെറ്റ്വർക്കിനെ കുറിച്ച് ധാരാളം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ന്യൂറോ സർജനാണ്. അപ്പോൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, PNS SNS. അപ്പോൾ ഈ സിമ്പത്തറ്റിക് നെറ്റ്വർക്ക് സിസ്റ്റംസ് അല്ലെങ്കിൽ SNS ന്യൂറോ നെറ്റ്വർക്ക്സ് നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്, ടെൻഷൻ, അത്രമേലും അനുഭവം ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡെന്ന് പറയും. നാം ഫൈറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പേടിച്ചോടി പോകുന്നതുമെല്ലാം ഈ സിമ്പത്തറ്റിക് നെറ്റ്വർക്ക് സിസ്റ്റമാണ്. എന്നാൽ പാരാസിമ്പത്തറ്റിക് നെറ്റ്വർക്ക് സിസ്റ്റംസ് ആണ് നമ്മുടെ ജീവിതത്തിൽ റിലാക്സേഷനും റെസ്റ്റും ഒപ്പം തന്നെ ഡൈജഷനും എല്ലാം സഹായിക്കുകയും ചെയ്യുന്നത്.
പലപ്പോഴും ഈ സിമ്പത്തറ്റിക് നെറ്റ്വർക്ക് സിസ്റ്റം SNS ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇദ്ദേഹം ശാസ്ത്രീയമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യന് എന്തുകൊണ്ടാണ് സന്തോഷം അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതെന്നും, എന്നാൽ സന്തോഷവും ഒപ്പം തന്നെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളും നേടുവാനായിട്ട് ഈ ശാസ്ത്രീയ വശങ്ങളെ ഉപയോഗിക്കുവാനുമായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നർ സൊല്യൂഷൻസ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായി പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരം ഇന്നർ സൊല്യൂഷൻസ് ഉണ്ട്. ആ ഇന്നർ വോയിസ് നാം തിരിച്ചറിയണം. പക്ഷെ പലപ്പോഴും ഇന്നർ വോയിസ് നെഗറ്റീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ധോത്തിയും ജീവിതത്തിൽ വലിയ പരാജയം വന്നപ്പോഴാണ് മനസ്സിലായത് തൻ്റെ ഇന്നർ വോയിസ് നെഗറ്റീവായിരുന്നു, തൻ്റെ മോട്ടീവ് നെഗറ്റീവായിരുന്നു, ഫോക്കസ് നെഗറ്റീവായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ അദ്ദേഹം പറയുന്നത് ഫോക്കസിനെ കുറിച്ചാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു ഫോക്കസ് വളരെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനായി സാധിക്കുകയുള്ളൂ. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ. ഒരു ശരാശരി ഇന്ത്യക്കാരൻ 3 മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം സ്മാർട്ട് ഫോണിൽ ചെലവഴിക്കുമെന്നാണ് പറയുന്നത്. അത് വലിയൊരു ഡിസ്ട്രാക്ടറാണ്, ഫോക്കസിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവിടെ അദ്ദേഹം പറയുന്നത് സെൽഫ് എഫിക്കസി, അതിനെ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്നാണ് പറയുന്നത്. ഞാനിത് പല പ്രാവശ്യം പല പുസ്തകങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസിയാണ്. സെൽഫ് എഫിക്കസി ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായും ആലോചിക്കേണ്ട കാര്യമാണ്, ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടുവാനായിട്ടുള്ളൊരു എഫിക്കസി എനിക്ക് ഉണ്ടോ എന്നുള്ളത്. അവിടെയും അദ്ദേഹം പറയുന്നുണ്ട് മെറ്റാകോഗ്നിഷനെ കുറിച്ച്. മെറ്റാകോഗ്നിഷൻ, ഞാൻ ഈ കാര്യം നേടുമെന്ന് എന്നുള്ള വിശ്വാസമാണ്, അതുണ്ടോ? പലപ്പോഴും ആളുകൾക്ക് സംശയമാണ്, എനിക്കിത് നേടാൻ സാധിക്കുമോ, എനിക്കിത് കഴിയില്ല എന്ന് വിചാരിച്ച് പല ആളുകളും തുടങ്ങുക പോലും ചെയ്യുന്നില്ല. പക്ഷേ ഇന്നർ ബിലീഫ് വളരെയധികം ആവശ്യമാണ്. അപ്പം നെഗറ്റീവ് ഇന്നർ വോയിസ് ആണെങ്കിൽ അതിനെ മാറ്റണം, ഡിസ്ട്രാക്ഷൻസിനെ മാറ്റണം, ഫോക്കസ് ഉണ്ടാകണം. ഇപ്പം ഇദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് റിസോഴ്സ് വാമ്പയേഴ്സ്. അതിന് പുസ്തകങ്ങൾ വരെയുണ്ട്. പലരുടെയും റിസോഴ്സസിനെ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാമ്പയർ ഉണ്ട്. ഡിസ്ട്രാക്ഷൻസ് ആണത്, അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കും. അത് കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇനിയാണ് നാം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന മനോഹരമായ ടെക്നിക്കിലേക്ക് കടന്നു വരേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രൂത്ത് ധോത്തിയോട് സംസാരിക്കുമ്പോൾ പറയുന്നതിൻ്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്രെയിൻ ആൻഡ് ഹാർട്ട്, അല്ലെങ്കിൽ ബ്രെയിൻ ആൻഡ് മൈൻഡ്. മനസ്സൊരു മാജിക്കാണ്. ഒരു മാജിക് ഷോപ്പിൽ വെച്ചാണ് ധോത്തി ഈ റൂത്തിനെ കാണുന്നത്. മൈൻഡ് ഒരു മാജിക് ആണെന്നുള്ളതാണ് അവരെ പഠിപ്പിക്കുന്നത്. മൈൻഡിലൂടെ ജീവിതത്തിൽ മാജിക് ഉണ്ടാക്കുമെന്നുമാണ് രൂത്ത് പഠിപ്പിക്കുന്നത്. മനസ്സ് അത്രമാത്രം ശക്തിയുള്ളതാണ്. ഹൃദയവും തലച്ചോറും കൂടിച്ചേരുന്ന മനോഹരമായ അവസ്ഥ. മനുഷ്യന് അപാരമായ ശക്തിയുണ്ട്, വളരെയധികം കഴിവുണ്ട്, വളരെയധികം പൊട്ടൻഷ്യലുണ്ട്, എഫിക്കസി ഉണ്ട്. പക്ഷെ അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പം അദ്ദേഹം ഇതിനകത്ത് കുറച്ചധികം ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്, സെൻട്രൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്ക്, സാലിയൻ നെറ്റ്വർക്ക്, അറ്റൻഷൻ നെറ്റ്വർക്ക്, ഇത്തരം പല നെറ്റ്വർക്കുകൾ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യുകയാണ്. നമ്മുടെ ചിന്തകളുടെ പാറ്റേൺ ആണ് ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത്തരമൊരു നെറ്റ്വർക്ക്, ഒരു ന്യൂറോ നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുകയാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു നെറ്റ്വർക്ക് സിസ്റ്റം, ന്യൂറോ നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ, ശരീരത്തിൽ, മനസ്സിൽ, ബ്രെയിനിൽ ഉണ്ടാകാനായിട്ടാണ് ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി നാം ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ, അഫർമേഷൻസ് ഉപയോഗിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യപ്പെടും. പലരും പറയാറുണ്ട്, ഇതൊന്നും എനിക്ക് സാധ്യമല്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മോശമായിരുന്നു, എനിക്ക് നിങ്ങളെപ്പോലെയൊന്നുമല്ല എന്നെല്ലാം പലരും പറയാറുണ്ട്. ഇതിന് ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പല പുസ്തകത്തിൽ പരാമർശിക്കുന്ന കാര്യമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നാം ബുദ്ധി കുറഞ്ഞവരാണെങ്കിലും ശക്തി കുറഞ്ഞവരാണെങ്കിലും നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി ഉള്ളതാണ്. നമുക്ക് അതിനെ സ്ട്രെച്ച് ചെയ്യാം. എത്ര കഴിവ് കുറഞ്ഞ ആൾക്കാണെങ്കിലും കഴിവുള്ള ആളായി മാറാം. എത്ര മനഃശക്തി കുറഞ്ഞ ആൾക്കാണെങ്കിലും മനഃശക്തി ഉള്ള ആളായി മാറുവാൻ സാധിക്കും. അതാണ് പ്ലാസ്റ്റിസിറ്റി. ചേഞ്ച് ചെയ്യാം, മൂവ് ചെയ്യാം,
സ്ട്രെച്ച് ചെയ്യാം. അതിന് വേണ്ടത് ഈ പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസും നല്ല ആക്ഷൻസുമാണ്. അപ്പോൾ ഈ പുസ്തകം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും പുസ്തകം വായിക്കുക. മനസ്സിലൂടെ ഒരു മാജിക് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. മാനിഫെസ്റ്റേഷനിലൂടെ നമുക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെ വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, പറയുക. ഏത് വിധത്തിലുള്ള മോശം സാഹചര്യമാണെങ്കിലും, ഏത് വിധത്തിലുള്ള പരാജയത്തിൻ്റെ അടിത്തട്ടിലാണെങ്കിലും, എത്രമാത്രം നിരാശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, സ്നേഹിതരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം, രോഗമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, മുമ്പിലേക്ക് നോക്കിൽ പ്രതീക്ഷയില്ലാത്തവരായിരിക്കാം, എല്ലാവർക്കും മാനിഫെസ്റ്റേഷനിലൂടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്നാണ് ഈ പുസ്തകങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പുസ്തകം പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശാസ്ത്രീയമായ അടിത്തറയിൽ എഴുതിയ പുസ്തകമാണ്. ന്യൂറോ സയൻറ്റിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. തീർച്ചയായും പുസ്തകം വായിക്കുക. മനസ്സിലൂടെ ജീവിതത്തിൽ ഒരു അത്ഭുതമുണ്ടാക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാജിക് സംഭവിക്കുവാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.